അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാധാരണ നമ്മൾ കേൾക്കാറുണ്ട് ഒന്നാമത്തെ 10, രണ്ടാമത്തെ 10, മൂന്നാമത്തെ 10. ഇതിന് കുഴപ്പമില്ല. കാരണം ഒന്നാമത്തെ 10 30 ദിവസം, ഒരു മാസം, അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഒന്നാമത്തെ 10 റഹ്മത്തിൻ്റെ 10, രണ്ടാമത്തെ 10 മഗ്ഫിറത്തിൻ്റെ 10, മൂന്നാമത്തെ 10 നരകവിമുക്തിയുടെ ഇത്ഖും മിനന്നാറിൻ്റെ 10. ഈ വിഭജനത്തിൻ്റെ അടിസ്ഥാനമായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ്, ഇമാം ബൈഹഖിയും ഇബ്നു ഖുസൈമയൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ദീർഘമായ ഹദീസ് ഒരു നിലക്കും പ്രമാണയോഗ്യമല്ല. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു എന്ന് പറയാൻ പറ്റാത്ത വണ്ണം ദുർബലമാണ്. അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഈ വിഭജനം അതുകൊണ്ട് തന്നെ പ്രാമാണികമല്ല എന്ന് നമുക്ക് കൃത്യമായി പറയാം. ഒരു ഇമാമും ഈ ഹദീസ് സഹീഹാണെന്നോ സ്വീകാര്യയോഗ്യമാണെന്നോ പറഞ്ഞിട്ടില്ല. ഹദീസ് ഗ്രന്ഥങ്ങളിൽ ധാരാളം ഹദീസുകൾ കാണാം, അതിലെല്ലാം തന്നെ സ്വീകാര്യയോഗ്യമല്ല എന്നതും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, സ്വഹീഹായ ഹദീസിന് എതിരുമാണ്. വലില്ലാഹി ഉതഖാഉ മിനന്നാർ വദാലിക ഫീ കുല്ലി ലൈല. ഇമാം ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, സ്വീകാര്യയോഗ്യമായ ഹദീസാണ്. അള്ളാഹുവിന് റമദാനിൻ്റെ എല്ലാ രാവിലും അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ചിലരുണ്ട്. ഓരോ റമദാനിൻ്റെ രാവിലും അള്ളാഹുവിൻ്റെ ലിസ്റ്റ്, ആ ലിസ്റ്റിൽ ഇന്ന ആളുകൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നവരാണ് എന്ന് മലക്കുകൾ രേഖപ്പെടുത്തി വെക്കും, ആ പട്ടിക തയ്യാറാക്കും. വദാലിക ഫീ കുല്ലി ലൈല, അത് എല്ലാ രാവിലും ഉണ്ട്. ഇതാ നേരത്തെ പറഞ്ഞതോ വാഹുറു ഇത്ഖും മിനന്നാർ, അതിൻ്റെ റമദാനിൻ്റെ ഒടുവിലത്തെ 10 നരകവിമോചനത്തിൻ്റെ ആണ്. അങ്ങനെ അത് ശരിയല്ല. കാരണം എല്ലാം തുടക്കത്തിന് മുതൽ തന്നെ അത് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ 10, രണ്ടാമത്തെ 10, മൂന്നാമത്തെ 10 എന്ന് പറയുന്നതിന് കുഴപ്പമില്ല. പക്ഷേ റഹ്മത്തിൻ്റെ 10 ഇത്, മഗ്ഫിറത്തിൻ്റെ 10. അതിൻ്റെ പേരിൽ ഒരു പ്രാർത്ഥനയും കാണാം. ചിലവരൊക്കെ മനസ്സിലാക്കുന്നത് അല്ലാഹുമ്മ ഗ്ഫിർലി യാ അർഹമർ റഹീമീൻ എന്നൊക്കെ അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ എന്നൊക്കെ പറയുന്ന ആ പ്രാർത്ഥന, ഓരോ 10ലുമുള്ള പ്രാർത്ഥന റസൂൽ പഠിപ്പിച്ചത്. റസൂൽ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ സഹാബിമാരും പഠിപ്പിച്ചിട്ടില്ല. ഇനി ഒരാളങ്ങനെ പ്രാർത്ഥിച്ച് ഇതിന് കുഴപ്പമൊന്നുമില്ല. അത് സുന്നത്താണെന്നാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണെന്നോ വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കരുത്. കാരണം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. പ്രാർത്ഥന, ഏത് പ്രാർത്ഥനയും നല്ല പ്രാർത്ഥനകൾ അള്ളാഹുവിനോട് ഒരാൾ ദുആ ചെയ്യുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ ഇത് സുന്നത്തായ ഒരു കാര്യമാണ് എന്നുള്ള നിലക്ക് ചില ആളുകൾ അങ്ങനെ പള്ളികളിൽ അത് പ്രാർത്ഥനയിൽ കൂടാത്തതിൻ്റെ പേരിൽ എഴുന്നേറ്റ് പോകുന്ന ആളുകളെ തുറച്ചു നോക്കുന്ന കാണാം. എന്തോ അന്വർത്ഥം അന്യായം ചെയ്തതുപോലെ. അങ്ങനെയല്ല, ആ പ്രാർത്ഥന അല്ല. അങ്ങനെ ഒരു പ്രാർത്ഥന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ല. ഒരാൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് വിരോധവുമില്ല. അപ്പോൾ ഒന്നാമത്തെ 10, രണ്ടാമത്തെ 10, ഒന്നാമത്തെ റഹ്മത്തിൻ്റെ മഗ്ഫിറത്തിൻ്റെ, മൂന്നാമത്തത് ഇത്ഖും മിനന്നാർ നരകവിമുക്തിയുടെ എന്ന അടിസ്ഥാനത്തിന് പ്രാമാണികതയില്ല എന്ന് മാത്രമല്ല, സ്വഹീഹായ ഹദീസിൽ വന്നതനുസരിച്ച് എല്ലാ ദിവസവും നരകവിമുക്തിയും ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വ്യക്തമാക്കി പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഈ വിഷയ സംബന്ധമായി മനസ്സിലാക്കേണ്ട കാര്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.